നാട്ടിലെത്തിയാൽ ആദ്യം തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യത്തിനാട്ടോ ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും വലിയ ധൈര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്തായാലും പഠിക്കണം എന്നുള്ള ആഗ്രഹം കാരണം രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങീന്. പഠിച്ചെടുക്കാൻ കഴിയോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മുന്നിലൊരു ചോദ്യചിഹ്നമാണ്. അവിടേക്ക് പോകാൻ വേണ്ടി എൻ്റെ അനിയനാണ് എന്നെ കൂട്ടാൻ വന്നത്. ഞാനും എൻ്റെ കസിനും ഞങ്ങൾ 2-3 ആൾക്കാർ ഒരുമിച്ചാണ് ഇതിന് പോവാന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂള് എൻ്റെ വീടിൻ്റെ അഥവാ എൻ്റെ പാരൻസിൻ്റെ വീടിൻ്റെ അടുത്താണുള്ളത്. തിരിച്ചവിടുന്ന് നടന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. വരുന്ന വൈമല് ഞാൻ ഈ വീട്ടിൽ എപ്പോഴും കയറി നോക്കണം, ഇതിൻ്റെ ഉള്ളിൽ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടേനി. അപ്പോൾ ഞാൻ ഇമ്മനോട് പറഞ്ഞു നമുക്ക് ഒന്നിവിടെ കയറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഈ വീട്ടിൽ കയറിയത്. ഞങ്ങൾ പോയ സമയത്ത് അവിടുത്തെ വീട്ടുകാർ ആ സമയത്ത് അവിടെ ഇല്ലേനി. അങ്ങനെ അവിടുത്തെ മെയ്ഡാണ് ഈ വീട് മൊത്തം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്തായാലും വീട് അടിപൊളി വീടാണ്. അങ്ങനെ ഞാൻ കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തിന്. ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂർ എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്കിങ്ങനെ മറ്റൊരാളെ വീട് ഇങ്ങനെ പോയി എടുക്കാമെന്ന് പറയുമ്പോൾ ഒക്കെ ഒരു മടിയുള്ള കാര്യമാണ്. നമ്മൾ സ്വന്തം ഫാമിലിയിലുള്ളതൊന്നും എടുക്കുന്ന മാതിരിയല്ല വേറൊരു വീട് പോയി ഇങ്ങനെ ഹോം ടൂറൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ കുറച്ച് ക്ലിപ്സ് പല ഭാഗങ്ങളായിട്ട് അങ്ങനെ എടുത്തതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ലിവിങ് ഏരിയ ആണ്. എനിക്ക് തോന്നുന്നത് ഫാമിലി ലിവിങ് ആണ് എന്നാണ്. ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ലിവിങ് ഉള്ളത്. ഈ ലിവിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇത് ഇവരെ ബാക്ക് യാർഡാണ്. ബാക്ക് യാർഡും നല്ല അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിവിങ്ങിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ പിന്നെ ഒരു നടുമുറ്റം പോലെ ഇങ്ങനെ ഒരു സ്ഥലം കാണാം. അവിടെ ഒരു ഊഞ്ഞാലയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിന്. പിന്നെ അതാ ഇപ്പം കാണുന്നത് നിസ്കാര റൂമാണ്. നിസ്കാര റൂമിലേക്ക് കയറിനോട് തന്നെ ഒളെടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതാ ഇപ്പോൾ ഒരു ബെഡ്റൂമിലേക്കാണ് പോണത്. ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ വാക്കിംഗ് റൂമും ബാത്റൂമും കഴിഞ്ഞതിന് ശേഷമാണ് ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് കേട്ടോ. ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ ബെഡ്റൂമിന് നല്ലൊരു പ്രൈവസി ഉണ്ടാവും. പിന്നെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഈ ബെഡ്റൂമിൽ വലിയൊരു വിൻഡോ ഉണ്ട്. അത് പുറത്തേക്കുള്ള ആ ഒരു വ്യൂ, ഒരു റിസോർട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് നോക്കുന്ന ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. അതുപോലെ ഈ ഒരു റൂമത്തെ ഒരു ബാത്റൂമാണിത്. നല്ല ലക്ഷറി ബാത്റൂമാണ്. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റഡി ഏരിയ ആണ്. ഇത് വേറൊരു റൂമാണ്. എല്ലാ റൂമിലും ഇതുപോലെ വാക്കിംഗ് ഡ്രോബ് എന്ന് പറയാൻ പറ്റില്ല, വാർഡ്രോബുകളൊക്കെ ഇങ്ങനെ അടച്ച മാതിരി തന്നെയാണ്. പക്ഷേ സെപ്പറേറ്റ് ഒരു ഏരിയ അതിനായിട്ട് കൊടുത്താണ്. അവിടെ നിന്ന് തന്നെയാണ് ബാത്റൂമിലേക്കുള്ളത്. പിന്നെ സ്റ്റെയർ സാധാ വീട്ടിൽ കാണുന്ന മാതിരി ഓപ്പൺ ഏരിയയിലല്ല സ്റ്റെയർ ഉള്ളത്. സ്റ്റെയർ ഒരു അരുത്തേക്ക് മാറിയിട്ടായിട്ട് പെട്ടെന്ന് കണ്ണിൽ പെടാത്തൊരു സ്ഥലത്താണ് സ്റ്റെയർ ഉള്ളത്. സ്റ്റെയർ കയറി നേരെ വരുമ്പോൾ വലിയൊരു ഹോളാണ് കാണാൻ പറ്റുക. ഈ ഹോളിൻ്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് താഴത്തേക്ക് വ്യൂ ഉണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ സ്ഥിരിടാൻ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകളാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മേലെ വേറൊരു ബെഡ്റൂമിലേക്ക് വരും. ഈ ബെഡ്റൂമിലും കയറിനോട് തന്നെയാണ് ബാത്റൂം. അത് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് ഇങ്ങനെ വാർഡ്രോബ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ റൂമിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിലേക്ക് കയറിയപ്പോഴും നമ്മൾ റിസോർട്ടിലൊക്കെ പോയാൽ കിട്ടുന്ന റൂമുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു റൂമിൻ്റെ മാതിരിയൊക്കെയാണ് ഇവിടെ വന്നപ്പോഴും എനിക്ക് തോന്നിയത്. ഇത് ഇവിടുന്നും പുറത്തേക്കൊരു വ്യൂ ഉണ്ട്. ഇവർ ഈ ഗാർഡനിങ് ഭയങ്കര അടിപൊളിയായിട്ട് ഗാർഡൻ ചെയ്തിനവർ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എല്ലാ റൂമിൽ നിന്നും ഇതുപോലെ ബാൽക്കണിയും ഓപ്പണിങ്ങും ഒക്കെ കൊടുത്തതുകൊണ്ട് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. എനിക്ക് സത്യം പറയുക വെച്ചാൽ വീടിൻ്റെ ഉള്ളിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇവരെ ഈ ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡും ഈ ഗാർഡനും കാര്യങ്ങളും മരങ്ങളും ഒക്കെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഈ റൂമിലെ ബാത്റൂം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മേലെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ലിവിങ് ഏരിയ ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്.
ഇത് വേറൊരു റൂമാണ്. ഇതൊരു പിങ്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ മോളെ റൂമാണ് എന്ന് വിചാരിക്കാം. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടുത്തെ വീട്ടുകാരില്ല എന്ന് ഞാൻ പറഞ്ഞിനല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും ആരും ഇല്ലേനി ഇവിടെ. ഇവിടുത്തെ മെയ്ഡാണ് ഞങ്ങളെ കൂടെ വന്നുകൊണ്ട് എല്ലാം കാണിച്ചു തന്നത്. പിന്നെ വീഡിയോ ഒക്കെ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാട്ടോ എടുത്തത്. ഈ റൂമിലും ഇതുപോലെ വാർഡ്രോബ് ഒരു റൂം പോലെ ആയി അതിൻ്റെ ഉള്ളിലാണ് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ റൂമിലും വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹോം തിയേറ്റർ. ഇത്രയൊക്കെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. വേറെ കുറേ ഏരിയാസൊക്കെ ഉണ്ട്. മുഴുവനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. നടന്ന് നമ്മൾ കാണുന്ന കൂട്ടത്തിൽ മൊബൈലും ഇൻ്റെ കൂടെ അങ്ങനെ ജസ്റ്റ് വന്നേ ഉള്ളൂ. അല്ലാതെ നല്ല പെർഫെക്ഷൻ ആയിട്ടൊന്നും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ഫ്രണ്ട് ഭാഗം എടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കൊലായി അഥവാ സിറ്റ് ഔട്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ ബോഡിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കൂളിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നണേ ഇവിടെ ഇങ്ങനെ ഈ പച്ചപ്പും മരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ നല്ല വൈബാണ് ഈ കൊലായിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു പുഴവക്കം ഏരിയയിലാണ് കേട്ടോ ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് നല്ല കാറ്റുണ്ടേനി. അത് ഈ ഒരു ഈവനിങ് ടൈമിൽ നല്ല കാറ്റുണ്ടേനി ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസോർട്ടിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഫീലൊക്കെ തന്നെയാണ് ഇവിടെ ഇവരെ ഈ മുറ്റത്ത് കിട്ടുന്നത്. മുറ്റമൊക്കെ അത്യാവശ്യം നല്ല വലിയ മുറ്റാണ്. ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള വ്യൂ കേട്ടോ. അങ്ങനെ വീടൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങീന്. പലവിധ അഭിപ്രായങ്ങളും ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല അഭിപ്രായം പറയാനുണ്ടാവുമല്ലോ. അങ്ങനെ പലവിധ അഭിപ്രായങ്ങളും പറഞ്ഞിങ്ങാണ്ട് ഇതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങീന്. ഇത് ഈ വീടിൻ്റെ പുറത്തുനിന്ന് റോട്ടുമെന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങനെ വരുന്ന വെയ്മെന്ന് എവിടെ പോയാലും ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ പറിച്ചെടുക്കാണ്ടാവും. അങ്ങനെ ദാ എവിടുന്ന് ഒരു കടലാസ് പൂവിൻ്റെ കഷ്ണം എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോണത്. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലും സ്കൂളും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ടേനി. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ അടിപൊളി കടലാസ് പൂവിൻ്റെ ചെടി കേട്ടോ. പക്ഷെ എന്നാലും ഉമ്മക്ക് എവിടുന്നെങ്കിലും കണ്ടാലും ഉമ്മ വീണ്ടും എടുത്തോണ്ടിരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണെന്ന് വിചാരിക്കുന്നു.